അത് പരിശോധിക്കണം. അൻവറിന് ചില സ്ഥലങ്ങളിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. പോത്തയിലേക്ക് വന്നപ്പം ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. എങ്കിലും UDF വോട്ടുകളും കുറച്ച് നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കണം. ഈ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ പോകുമായിരുന്നു. ആ തീരുമാനം തെറ്റിപ്പോയോ ശരിക്കും? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല. അൻവറിന്റെ വോട്ട് കൂടി അങ്ങനെയിപ്പം വേറെ ആരും മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അതില്ലായിരിക്കണം. അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. പോളിറ്റിക്സ് അല്ലേ. ഈ ഘട്ടത്തിലും ഈ മത്സരത്തിന്റെ ചിത്രത്തിലും UDF കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കുന്നു. അത് ഭരണവിരുദ്ധ ജനവികാരത്തിന്റെ ശക്തമായ പ്രതിഫലനം തന്നെയാണ്. അല്ല, ഈ അൻവർ ഒരു ഫാക്ടറായി അവിടെ മാറുന്നുണ്ട്. ശക്തമായ ഫാക്ടറല്ല, ചെറിയൊരു ഫാക്ടറാണ്. അപ്രതീക്ഷിതനേക്കാൾ വോട്ട് അൻവർ റിയാലിറ്റി അതല്ലേ. അതായത് ഇപ്പൊ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അൻവറിന്റെ ഒരു ഘടകം എന്താണ്? LDF, UDF ഇത് രണ്ടും കൂടി ശക്തമായ മത്സരങ്ങൾ നടക്കുമ്പോൾ അൻവറിന് ഇത്രയും അധികം അദ്ദേഹം അവിടെ 9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് കോണ്ടാക്ട് ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങള് വോട്ടിലൂടെ തെളിയിച്ചു. അങ്ങനെയല്ലോ, കൂടാതിരുന്നല്ലേ. ഇനി എന്താണ് അൻവർ വ്യക്തമായി വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ തള്ളുവോ കൊള്ളുവോ എന്ന് ആലോചിച്ച് ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ തള്ളാൻ പറ്റാത്ത ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ഒരു ചർച്ചയിലുണ്ടാവും ആ കാര്യം. ചർച്ച ചെയ്യും. രാഷ്ട്രീയല്ലേ, ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്താ? നേരത്തെ പറഞ്ഞിരുന്നത് അത് തുറക്കാമല്ലോ വാതില്. ഇത്രയും വോട്ട് കാണുമ്പോൾ വാതിലിന് എന്തിനാ താക്കോലെന്തിനാ? ഈ വാതില് പണിയുന്ന ഒരു താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. തെറ്റുപറ്റിയോ? ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഒറ്റ കാര്യം, ആര്യാടെ ഷൗക്കത്തിന് പകരം BSJ വേണമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. ആയിരുന്നെങ്കിൽ ഈ സ്ഥിതി മാറുമായിരുന്നു. സണ്ണി ജോസഫിന്റെ പേര് പറയാത്ത നന്നായി. പ്രസിഡന്റ്, ഈ ഭരണവിരുദ്ധ എനിക്ക് 2 സ്ഥലത്ത് മത്സരിക്കാൻ പറ്റില്ലല്ലോ. പ്രസിഡന്റ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഈ അൻവർ കൂടി വോട്ട് കൂടി അത് സ്പ്ലിറ്റ് ആയില്ല. സത്യത്തിൽ അതല്ലേ റിസൾട്ട് കാണിക്കുന്നത്? കുറച്ചുകൂടി കംഫർട്ടബിൾ മാർജിനിൽ ഈ സമയത്ത് തന്നെ UDF എത്തേണ്ടതല്ലായിരുന്നു. അൻവർ കൂടി LDF 2 തവണ തുടർച്ചയായി ജയിച്ച നിയോജക മണ്ഡലത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിക്ക് UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അതാണ് കാണേണ്ടത്. ഈ ഇത്രയും റൗണ്ട് 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി. അപ്പോൾ UDF ഇതിനേക്കാൾ വോട്ട് പ്രതീക്ഷിച്ചിരുന്നോ? വലിയ വ്യത്യാസമില്ലെന്നല്ലേ ഇപ്പം മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത്. ചെറിയ വ്യത്യാസം. 6000-ഓളം വോട്ടിന്റെ ലീഡാണ് ഇപ്പോഴുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എപ്പോ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് 10,000-ന്റെ മുകളിലായിരിക്കും. കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ 10,000 and 15,000. ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒക്കെ എണ്ണാൻ പോവുകയാണ്. അവിടെയൊക്കെ മാർട്ടിൻ ജോർജിനായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നു. മാർട്ടിൻ മതി. എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണൂർ DC പ്രസിഡന്റ് ഉത്തരവാദി. അതെ. വലിയ പ്രതീക്ഷ ഭൂരിപക്ഷം നിങ്ങൾ കണക്കുകൂട്ടി ആ രീതിയിലേക്ക് തന്നെ പോകും. ഏതാണ്ട് അതിനടുത്തെത്തും. ഫൈനൽ വരട്ടെ, ഫൈനൽ ചിത്രം വരട്ടെ. ശരി.